രണ്ട് പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് CDSL ഇന്ന് 4% ഇടിഞ്ഞ് 1431 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 29,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 62.38, ഡിവിഡൻഡ് ഈൽഡ് 0.6%, 52 വീക്ക് ഹൈ 1664, 52 വീക്കിലോ 583. CDSL കഴിഞ്ഞ 4 ദിവസമായി ഇടിയുകയാണ്. സ്റ്റോക്ക് ഇടിയാനുള്ള പ്രധാന കാരണം പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ ICICI സെക്യൂരിറ്റീസ് സ്റ്റോക്കിന് സെൽ എന്ന റേറ്റിംഗ് നൽകിയതാണ്. റീസെൻ്റ്ലി CDSL എന്ന സ്റ്റോക്ക് അതിൻ്റെ സപ്പോർട്ടിൽ നിന്നും ഉയർന്ന് 52 വീക്ക് ഹൈയിലേക്ക് ഉയർന്നിരുന്നു. അവിടെ നിന്നും സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിട്ടുണ്ട്. വരും സമയങ്ങളിൽ 1375, 1350 തുടങ്ങിയ റേഞ്ചുകൾ CDSLൻ്റെ സപ്പോർട്ടായി പ്രവർത്തിക്കും എന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. ICICI സെക്യൂരിറ്റീസ് CDSLന് റെഡ്യൂസ് എന്ന റേറ്റിംഗും 1118 രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരുന്നത്. ഇപ്പോൾ ടാർഗറ്റ് 1118 നിന്നും 1320 ഉയർത്തിയിട്ടുണ്ട്. CDSL എന്ന കമ്പനിയുടെ വാല്യൂഷൻ ഉയർന്നത് തന്നെയാണ് സ്റ്റോക്കിന് റെഡ്യൂസ് എന്ന റേറ്റിംഗ് നൽകാനുള്ള പ്രധാന കാരണം. ഹിസ്റ്റോറിക്കൽ ആവറേജ് വാല്യൂഷൻ്റെ ഡബിൾ സൈഡിലാണ് കമ്പനിയുടെ വാല്യൂഷൻ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് 1350, 1320 തുടങ്ങിയ ലെവലുകളിലേക്ക് ഇടിയാൻ സാധ്യതയുണ്ടെന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 1400 വളരെ പ്രധാനപ്പെട്ട ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. 1400 എന്ന സപ്പോർട്ട് നഷ്ടമായാൽ സ്റ്റോക്ക് 1300 എന്ന റേഞ്ചിലേക്ക് ഇടിയാൻ സാധ്യതയുണ്ട്. 1250 സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടാണ്. രണ്ടാമത്തെ അപ്ഡേറ്റ് ബജാജ് ഫിനാൻസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടത്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 2.4% ഉയർന്ന് 7066 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 4 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 29.14, ഡിവിഡൻഡ് ഈൽഡ് 0.5%, 52 വീക്ക് ഹൈ 8192, 52 വീക്കിലോ 6187. 2025 സെപ്റ്റംബർ മാസത്തിൽ പ്ലാൻ ചെയ്തിരുന്ന ബജാജ് ഫിനാൻസിൻ്റെ സബ്സിഡറി കമ്പനിയായ ബജാജ് ഹൗസിംഗ് ഫിനാൻസിൻ്റെ IPO 2024 സെപ്റ്റംബർ മാസത്തിൽ പ്രതീക്ഷിക്കാം എന്നതാണ് ബജാജ് ഫിനാൻസുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന പ്രധാന അപ്ഡേറ്റ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ബജാജ് ഫിനാൻസ്, ബജാജ് ഫിൻസർവ് തുടങ്ങിയ സ്റ്റോക്കുകളിൽ ബൈയിങ് മൊമെൻറ്റം കാണാൻ സാധിച്ചു. ബജാജ് ഹൗസിംഗ് ഫിനാൻസിൻ്റെ 100% ബജാജ് ഹൗസിംഗ് ഫിനാൻസിൻ്റെ പ്രൊമോട്ടർ ബജാജ് ഫിനാൻസ് എന്ന കമ്പനിയാണ്. ബജാജ് ഫിൻസർവിന് ബജാജ് ഫിനാൻസിൽ 51.4% സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട്. ഈ IPOയിൽ ഏകദേശം 4000 കോടി രൂപയുടെ ഫ്രഷ് ഇഷ്യൂവും 3000 കോടി രൂപയുടെ ഓഫർ ഫോർ സെയിലുമാണ് നടക്കുന്നത്. ബജാജ് ഹൗസിംഗ് ഫിനാൻസിൻ്റെ 3000 രൂപയ്ക്ക് തത്തുല്യമായ ഷെയറുകൾ ഇപ്രാവശ്യം ബജാജ് ഫിനാൻസ് എന്ന കമ്പനി സെൽ ചെയ്യാനാണ് സാധ്യത. ഈ ന്യൂസിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ബജാജ് ഫിനാൻസ്, ബജാജ് ഫിൻസർവ് തുടങ്ങിയ സ്റ്റോക്കുകളിൽ ബൈയിങ് മൊമെൻറ്റം വന്നത്. റീസെൻ്റ്ലി കമ്പനി പുറത്തുവിട്ട ക്വാർട്ടർലി റിസൾട്ടിലും ഡീസൻറ്റ് പെർഫോമൻസ് കമ്പനി കാഴ്ചവെച്ചിരുന്നു. ബജാജ് ഫിനാൻസിൻ്റെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് 9.14 ലക്ഷം കോടിയായി മാറുകയും ആനുവലൈസ്ഡ് റേറ്റിൽ 30.9% CAGR കൂടിയുള്ള വളർച്ച കൈവരിക്കുകയും ചെയ്തു. ടെക്നിക്കലി 7280 സ്റ്റോക്കിൻ്റെ റെസിസ്റ്റൻസ് ആണ്. 7500 മറ്റൊരു പ്രധാന റെസിസ്റ്റൻസ്. ഇനി 7000, 6750 തുടങ്ങിയ റേഞ്ചുകളായിരിക്കും സ്റ്റോക്കിൻ്റെ സപ്പോർട്ടായി പ്രവർത്തിക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.